ഒന്നായിരുന്നു. करीब करीब 7 बजे दिल्ली में लाल किले के पास सुभाष मार्ग ट्रैफिक सिग्नल पर I-20 हुंडई गाड़ी में एक ब्लास्ट हुआ है। ब्लास्ट के कारण आसपास की कुछ गाड़ियां और कुछ मार्ग पर जा रहे लोग भी इंजर्ड होने के समाचार हैं। प्राथमिक सूचना जो मिली है उसमें कुछ लोग हताहत भी हुए हैं। ब्लास्ट की सूचना आते ही 10 मिनट में दिल्ली क्राइम ब्रांच, दिल्ली स्पेशल ब्रांच की टीमें स्पॉट पर पहुंची है। NSG और NIA की टीम FSL के साथ अभी गहन जांच करने का शुरू किया है। आसपास के स्थान के सभी CCTV कैमरा और बाकी सब चीज़ों की जांच के आदेश दे दिए गए हैं। मेरी CP दिल्ली से भी बात हुई है, स्पेशल ब्रांच के इंचार्ज से भी बात हुई है। CP दिल्ली और स्पेशल ब्रांच के इंचार्ज स्पॉट पर मौजूद हैं। हम सभी संभावनाओं को तराश रहे हैं और सभी संभावनाओं को ध्यान में रखकर इसकी गहन जांच की जाएगी। सभी ऑप्शन की तुरंत जांच होकर नतीजा जो आएगा जांच हम जनता के सामने रखेंगे। मैं कुछ ही देर में स्पॉट पर भी जा रहा हूं और अस्पताल में भी मैं तुरंत जाऊंगा। ഇതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകൾ. എല്ലാ സാധ്യതകളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു അന്തിമ നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ല. അത് കിട്ടിയാൽ ഉടൻ തന്നെ രാജ്യത്തെ അറിയിക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത്. അദ്ദേഹം ഉടൻ തന്നെ സംഭവ സ്ഥലത്തേക്ക് വരികയാണ്. ആശുപത്രിയിലേക്കും അദ്ദേഹം എത്തുകയാണ്. എന്തായാലും എന്താണ് നടന്നത് എന്നുള്ളത് ഒരു ആസൂത്രിതമായ ഒന്നാണോ, ഇതിന് പിന്നിൽ ആരാണ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് എല്ലാ സാധ്യതകളും പരിശോധിച്ചു വരികയാണ് പോലീസ്. ആ സമയത്ത് അതിലൊരു അന്തിമ രൂപം ഉണ്ടാകുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകൾ. ഒരു തരത്തിലുള്ള ഊഹാപോഹങ്ങളിലേക്കും ചെന്നെത്തേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഉടൻ തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്തും. ആശുപത്രിയിൽ പരിക്കേറ്റ് ഉള്ളവരെയും സന്ദർശിക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്നത്. എന്തായാലും ഇപ്പോഴും കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും. അതിനിടയ്ക്ക് തന്നെ പ്രധാനമന്ത്രി അമിത്ഷായുമായി ചർച്ചയും നടത്തി. ഡൽഹി പോലീസ് സംഭവങ്ങൾ വിലയിരുത്തുന്നു. വിവിധ രംഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. NIA അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മനു ചേരുന്നു. മനു, എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ? ഇപ്പോൾ ആഭ്യന്തരമന്ത്രി പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ഒരു നിഗമനത്തിലേക്ക് എത്തുവാൻ, അന്തിമ നിഗമനത്തിലേക്ക് എത്തുവാനായിട്ടില്ലല്ലോ. പക്ഷേ ഈ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് അത്ര ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാണ് എന്ന് തന്നെയാണ്. കാരണം ഒരു സാധാരണ അഗ്നിബാധയുള്ള സ്ഥലത്തേക്കല്ല ആഭ്യന്തരമന്ത്രി വരുന്നു, സംഭവസ്ഥലം പരിശോധിക്കുന്നു, NSG വരുന്നു, NIA വരുന്നു, രാജ്യമെമ്പാടും ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. മാത്രമല്ല ഇത് സംബന്ധിച്ച് ഈ ഫരീദാബാദിൽ നിന്ന് അമോണിയം നൈട്രേറ്റ് ഒക്കെ പിടികൂടി അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കളൊക്കെ പിടികൂടിയ സാഹചര്യത്തിൽ ഇന്ന് പലയിടത്തും ഇത് ചർച്ചയായിരുന്നു. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ നേതൃത്വത്തിൽ ബോംബെയിൽ അവിടെ പോലീസ് ഓഫീഷ്യൽസിൻ്റെ ഒരു വലിയ യോഗം നടന്നിരുന്നു. വർഷയിൽ ആണ് യോഗം നടന്നത്. അത് വളരെ സൂക്ഷ്മമായി ചില വിഷയങ്ങൾ അവലോകനം ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണോ എന്ന് സംശയിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. പക്ഷേ ഒരു പൂർണ്ണമായ ഒരു കാര്യം ഇപ്പോൾ സർക്കാർ പുറത്തു പറയുന്നില്ല. ഏതായാലും അന്വേഷണം നടത്തി അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കും എന്ന് അമിത്ഷാ പറയുമ്പോൾ, അതിന് സാവകാശം അദ്ദേഹം ആവശ്യപ്പെടുമ്പോൾ, അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് ആസൂത്രിതമായി പദ്ധതിയിട്ട ഒരു തീവ്രവാദി ആക്രമണമാണ് എന്ന് സംശയിക്കത്തക്ക തരത്തിലുള്ള ആ ഒരു നീക്കമാണ് രാജ്യമെമ്പാടും നടക്കുന്നത്. ഡൽഹി ക്രൈംബ്രാഞ്ച്, സ്പെഷ്യൽ ബ്രാഞ്ച് അവിടെ നിൽക്കുന്നു. ഒപ്പം തന്നെ സംഭവസ്ഥലത്ത് അതിൻ്റെ മേധാവികളെത്തുന്നു. അപ്പോൾ സാധാരണ ഒരു വാഹനത്തിന് തീപിടിച്ച ഒരു സംഭവത്തിൽ ഡൽഹി ക്രൈംബ്രാഞ്ച് മേധാവിയും സ്പെഷ്യൽ ബ്രാഞ്ച് മേധാവിയും NIA-യുടെ പ്രത്യേക സംഘവും LSG-യുടെ കമാൻഡേഴ്സും NSG-യുടെ കമാൻഡേഴ്സും ഒക്കെ എത്തുന്ന ഒരു സാഹചര്യം അങ്ങനെ നമുക്ക് കരുതാനാവില്ല. ഡൽഹി പോലീസ് കമ്മീഷണർ സതീഷ് ഗോൽച്ച എത്തുന്നു. IB ഉദ്യോഗസ്ഥർ നിരന്തരം ആഭ്യന്തരമന്ത്രിയുമായി ബന്ധത്തിലാണ്, തപൻ തേക്ക എന്ന് വ്യക്തമാകുന്നു.
അപ്പോൾ ഇത് അങ്ങനെ എളുപ്പത്തിൽ അല്ലെങ്കിൽ ഒരു വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് തീ പിടിച്ചു എന്ന് കരുതാനാകില്ല. 1 കിലോമീറ്റർ ദൂരം വരെ ഇതിൻ്റെ പ്രകമ്പനം കേട്ടു എന്ന് പറയുന്നു. 6:52 ഈ സ്ഫോടനം ഉണ്ടായതിനു ശേഷം ഏതാണ്ട് 1 കിലോമീറ്ററോളം ഇതിൻ്റെ പ്രകമ്പനം കേൾക്കുകയാണ്. ജനൽ ചില്ലുകൾ പൊട്ടുന്നു, തൊട്ടടുത്തുള്ള വാഹനങ്ങളിലേക്ക് തീ പടരുന്നു. അതുവഴി ഓടിയ ബസ്സിൽ ഇതുണ്ടാകുന്നു. 30-ലധികം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. അതിൽ 10ഓളം ആളുകൾ ജീവൻ നഷ്ടമായി എന്ന അനൗദ്യോഗിക കണക്കുകൾ. 8 പേർ മരിച്ചുവെന്ന് ആശുപത്രി സ്ഥിരീകരിക്കുന്നു. അങ്ങനെ ഇത്രയും ഭീമമായ തരത്തിലൊരു ആക്രമണം ഉണ്ടായത് അത് ഒരു യാദൃശ്ചികമല്ല. 2011 മുംബൈ ബ്ലാസ്റ്റിന്, ഹൈക്കോർട്ട് ബ്ലാസ്റ്റ് കേസിന് ശേഷം അവിടെ ട്രിപ്പിൾ ബോംബുകൾ പൊട്ടിയതിന് ശേഷം ആ ഒരു ആശങ്ക തന്നെയാണ് ഇപ്പോൾ രാജ്യത്തുണ്ടായിരിക്കുന്നത്. സമാനമായ രീതിയിൽ 2008 ഡൽഹിയിൽ ഇതുപോലെ സ്ഫോടനങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ 10-14 വർഷങ്ങൾക്ക് ശേഷം സമാനമായ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. നേരത്തെ ഇൻ്റലിജൻസ് വൃത്തങ്ങൾ ചില സൂചനകൾ നൽകിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ ടെറർ ക്യാമ്പുകൾ ആ പ്രദേശത്ത് നിന്ന് നേപ്പാളിലേക്കും ബംഗ്ലാദേശിലുമൊക്കെ വ്യാപിക്കുന്നു. ഇതിന് ടർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പിന്തുണ ലഭിക്കുന്നു. അങ്ങനെ അതൊക്കെ ഗൗരവമായി എടുക്കുന്നു. ഈ ബോർഡർ സംസ്ഥാനങ്ങളിലെ ചില ജില്ലകളിൽ നിന്ന് ഈ റിക്രൂട്ട്മെൻറ്റ് ക്യാമ്പുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. ഒരു റിക്രൂട്ട്മെൻറ്റ് ഇടനാഴി അതിന് അവിടെ ഉണ്ട് എന്ന സംശയം ഇൻ്റലിജൻസ് വൃത്തങ്ങൾ പുറത്തുവഴിപ്പിക്കുന്നു. രാജ്യമെമ്പാടും ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് എന്നത് ഇതിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. പ്രധാനമന്ത്രി അമിത്ഷായുമായി സംവദിക്കുന്നു. അപ്പോൾ ഇത് പോലീസ് ആദ്യഘട്ടത്തിൽ ആളുകൾ പരിഭ്രാന്തരാകാതിരിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു കാര്യം എന്നതിനപ്പുറത്തേക്ക് ഒരു ഊന്തായ് കാർ തീ പിടിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇതിന് വലിയ മാനങ്ങളുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. എല്ലാ ക്ഷേത്രങ്ങൾക്കും ഇപ്പോൾ സുരക്ഷ നൽകിയിരിക്കുന്നു. RSS ഹെഡ്ക്വാർട്ടേഴ്സിന് സുരക്ഷ നൽകിയിരിക്കുന്നു. വിമാനത്താവളങ്ങൾ, കൽക്കട്ട, ബോംബെ തുടങ്ങിയ വിമാനത്താവളങ്ങളിൽ അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ. റോഡുകൾ പരിശോധിക്കുന്നു. കടൽ തീരങ്ങൾ, ബീച്ചുകൾ, അതുപോലെ ഉല്ലാസ കേന്ദ്രങ്ങൾ എല്ലാത്തിലും ശക്തമായ പരിശോധന. തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നു. ഈ ആളുകൾ പ്രധാനമായി തടിച്ചുകൂടുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ ഡോഗ് സ്ക്വാഡുകൾ, അതുപോലെ ബോംബ് സ്ക്വാഡുകൾ എല്ലാം വന്ന് അവിടെയെല്ലാം പരിശോധന നടത്തുന്നു. അങ്ങനെ രാജ്യമെമ്പാടും ഒരു ജാഗ്രതയോടുകൂടി തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. അപ്പോൾ ഇത് ഭയക്കേണ്ട അല്ലെങ്കിൽ ഒരു ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അമിത്ഷാ അല്പസമയത്തിനകം ഈ പ്രദേശത്തെത്തും. പിന്നീട് അദ്ദേഹം ആശുപത്രിയിലെത്തി ഇതുമായി ചികിത്സയിൽ കഴിയുന്ന ആളുകളെ കാണും എന്നൊക്കെ വ്യക്തമാക്കുമ്പോഴും ഇതിന് പുറകിൽ ആസൂത്രിതമായ ഒരു നീക്കമുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ ഇപ്പോൾ ചില സുരക്ഷാ ഏജൻസികൾ രാവിലെ പുറത്തുവിട്ട വിവരമനുസരിച്ച് ഈ വൈറ്റ് കോളർ ടെററിസം എന്നൊരു പ്രയോഗം ഇപ്പോൾ വരികയാണ്. സാധാരണ നിരക്ഷരരായ ഏതെങ്കിലും തരത്തിൽ കാര്യങ്ങളൊന്നും അറിയാത്ത ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോയി അവരതിന് ബലിയാടാക്കുന്ന രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വൈറ്റ് കോളർ ടെററിസം, ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള നല്ല വിദ്യാഭ്യാസം മിടുക്കൊക്കെയുള്ള ആളുകളെ കൂടി ഇതുപോലെ സ്വാധീനിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു എന്നത് കുറെ കൂടി ഗൗരവത്തിൽ കാണണമെന്ന് രാജ്യം ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്.